തൊട്ടടുത്തായിട്ട് ഇവര് ഇതുവരെയായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടില്ലാന്ന് ഈ തകർപ്പം പോകാട്ടാ തന്നെ ഇരുന്ന് പൊട്ടി ഏറ്റവും ടേസ്റ്റുള്ള സാധനമാണ്. ഇതിപ്പോ പറ്റി പിടിച്ചിട്ടില്ലേ? എത്ര മനോഹരമായ ആചാരങ്ങൾ കഴിച്ചോക്കെ ആചാരങ്ങൾ എന്ന് തന്നെ കൊണ്ടുവന്നാക്കി തരാം അല്ലേ? പടുതാകുളങ്ങള് മീൻ വളർത്താനായിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ ഒരാള് നമ്മുടെ അനിയനാണ്, സജീവനാണ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ സജീവിൻ്റെ ഇരിപ്പിടത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതുപോലത്തെ ഇരിപ്പിടമാണ് നമ്മൾ വാങ്ങിച്ചത്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു വീടിൻ്റെ ബാക്കൊക്കെ നല്ല ഭംഗിയാണ്, നല്ല പാർക്ക് പോലെയൊക്കെ ആക്കിയിട്ടുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേ, അല്ല ചിലർ കണ്ടിട്ടുണ്ടാവില്ല. കേട്ടോ ഇങ്ങനെയൊക്കെ ആക്കി നല്ല രസമായിട്ടാണ് ആക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊറോണയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് കേരളത്തിൽ ഈ പടുതാകുളങ്ങളുണ്ട് ചെറുത്. ഈ വീടുകളിൽ പടുതാകുളങ്ങൾ മീൻ വളർത്താനായിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ ഒരാൾ നമ്മുടെ അനിയനാണ്, സജീവനാണ്. നമ്മളത് സജീവൻ ആ സമയത്ത് ഒറ്റയ്ക്ക് ഇതിങ്ങനൊരു കുളം ചെറുത്, അത്രയ്ക്ക് വലിപ്പമൊന്നുമില്ല, ഇത് കുത്തുന്നത് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന്. വെറുതെ ആദ്യം കുഴി കുത്തുക, പിന്നെ ഇതിൽ പിലോപ്പി പിന്നെ വാള, അങ്ങനെ ഈ രണ്ട് മീനുകൾ വളർത്താനുള്ള പരിപാടിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. അന്ന് സജീവൻ ഇത് ചെയ്ത് കണ്ടിട്ട് കണ്ടമാനം പേര് കേരളത്തിലുള്ളവർ ഈ കുളം ഉണ്ടാക്കിയത് കണ്ടിട്ട് കണ്ടമാനം പേര് മീൻ കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കണ്ടമാനം പിലോപ്പീനെ വളർത്തി, വാളനെ വളർത്തി, അങ്ങനെ ഇത് ഇങ്ങനെ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ചുറ്റുമൊക്കെ ഇതിൻ്റെ ഇവിടെയൊക്കെ വെച്ച് കയറ്റി ഇതൊക്കെ തന്നെ ഒറ്റയ്ക്ക് ചെയ്തത്, എല്ലാം ചെയ്തത്. ഈ ഗ്രില്ലിട്ടത് വേറെ ആളാട്ടാ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഇതടിച്ചു. ഇത് കണ്ടിട്ട് ഒരു മാതൃകയാക്കിയിട്ടാണ് നമ്മളും നമ്മുടെ മീൻ കുളത്തിന് ഇങ്ങനെ ആക്കിയത്, ഇതേപോലെ ചുറ്റും ഗ്രില്ല് ആക്കിയത്. അപ്പോൾ പിന്നെ കാലക്രമേണ ആ മീനോട് ഒരു പിലോപ്പിയോട് നമുക്ക് എല്ലാവർക്കും മതിയായി. എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു പിലോപ്പി, ചെറിയാണ്ട് വീട്ടിലും എല്ലാവരും വീട്ടിലും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നിർത്തി പരിപാടി. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം സജീവൻ ഇതിൽ നട്ടർ എന്ന് പറഞ്ഞ മീനെ വാങ്ങിച്ചിട്ടു. ആ മീനെ വാങ്ങിച്ചിട്ട് അവറ്റങ്ങൾ വലുതായി തുടങ്ങിയപ്പോൾ ഇത് സാധാരണ 220 GSM-ൻ്റെ ഷീറ്റാണ് ഇട്ട് കൊണ്ടിട്ടാ കണ്ടാ. ഇതിന് എയറേഷനൊക്കെ ഉണ്ട്. ആ പറ്റങ്ങോട്ട് വലുതായി തുടങ്ങിയപ്പോൾ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം കറണ്ട് തിന്നാൻ തുടങ്ങി. അപ്പോൾ വെള്ളം താന്ന് ഇത്രയ്ക്ക്. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ കുറേ നട്ടറുണ്ട് കേട്ടോ. നട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 600, 700, 500 ഗ്രാം തൂക്കുള്ള നട്ടർ മീനുണ്ടാവും. ഇപ്പോൾ ഒറ്റ എണ്ണം പോലും പുറത്തേക്ക് പൊങ്ങി വരാണെങ്കിൽ കാണിച്ചു തരായിരുന്നു. അപ്പോൾ സജീവൻ നമുക്ക് 4 നട്ടറിൻ്റെ മീനുകളെ മിഞ്ഞാന്ന് പിടിച്ചപ്പോൾ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ നന്നാക്കി വരഞ്ഞ് സരിത മഞ്ഞളും ഇതൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു പാഠം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നട്ടർ മീൻ ഭയങ്കര ടേസ്റ്റുള്ളതാണ്, നല്ല ടേസ്റ്റാണ്. ഗ്രില്ല് ചെയ്യാനും വറക്കാനൊക്കെ നല്ല ടേസ്റ്റിലാണ്. പക്ഷേ ഇങ്ങനത്തെ പടുതാകുളത്തിൽ വളർത്തുമ്പോൾ അവറ്റങ്ങൾ ഇത് കരണ്ട് തിന്നും. അത് പറയാൻ കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പോവാം. അപ്പോൾ സജീവൻ തന്ന 4 നട്ടർ മീൻ ഇതിങ്ങനെ വരഞ്ഞ് മഞ്ഞളും ഉപ്പും മുളക് പൊടിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ചേർത്ത് പരട്ടി വെച്ചു. 4 നട്ട ഞാൻ നന്നാക്കി കൊടുത്തു. എന്നിട്ട് അവിടെ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരെണ്ണെടുത്ത് വറുത്തു. ബാക്കി 3 ഉണ്ട് കേട്ടോ. അത് ഈ സന്ധ്യാസമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഗ്രില്ല് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. ഗ്രില്ല് ചെയ്യേണ്ട സാധനം കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഈ നട്ടറിൽ ഗ്രില്ല് ചെയ്താൽ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്. ഇത്തിരി വലിപ്പം കൂടുന്തോറാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ ഇങ്ങനെ വളർത്തു മീനുകളിൽ എനിക്ക് നട്ടർ ഭയങ്കര ഇഷ്ടമാണ്. ഇത് എന്തിട്ടെന്ന് ഇത് ഒലിവ് ഓയിൽ നമ്മൾ കുറച്ച് ഇതുമ്പോൾ തേക്കുക. നമ്മുടെ ഇതുമ്മ ഈ ഒലിവ് ഓയിൽ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ആളുകൾ ചോദിച്ചു. അപ്പോൾ ഇത് ലുലുവിൻ്റെ വിർജിൻ ഒലിവ് ഓയിലാണ്. ലുലു 500 മില്ലിയാണ് കേട്ടോ കുപ്പി. 899 രൂപ എത്രയാണ് വില അതിന്. ഇതിന് നമ്മുടെ ഈ സാധനത്തിന് ഇത്തിരി ഒലിവ് ഓയിലാണ് നമുക്ക് തേക്കുക. മീൻ ഗ്രില്ല് ചെയ്യാൻ പോണേ. നമ്മുടെ നാടൻ ഇതൊന്ന് വെച്ചിട്ട് അയ്യോ ഇത് മറിഞ്ഞങ്ങോട്ട് പോകും. ഒക്കെ ഒരു 400 ഗ്രാം വലിപ്പമുള്ള ഇതാണ് കേട്ടോ.
400 ഇത് ഒരു 1/2 കിലോൻ്റെ അടുത്തുണ്ടാവും കണ്ടിട്ട്. ഇതാണെന്നുകൊണ്ട് ഇത്തിരി വലിപ്പുള്ളത്. ഇത് ഒരു ദിവസം ഫ്രിഡ്ജിൽ കാരണം അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. കയ്യിൽ നിന്ന് കേട്ടാ. ഓ ഇത് ഈ സാധനം ഞാനിതിൻ്റെ കാര്യം പറയാൻ പറഞ്ഞു. ഇത് ഞാൻ വെട്ടി ഇതാക്കിയത്. അപ്പോൾ സരിത പറഞ്ഞു ഇതിൽ നടക്കുമ്പോൾ കണ്ണിലെ കൊള്ളുന്നു പറഞ്ഞു, ഭയങ്കര അപകടമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ ഉള്ള അതിനുള്ള പോം വഴി നമ്മുടെ ആളുകൾ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് കൈ കഴുകിയിട്ട് നമുക്കത് ശരിയാക്കാം. നമ്മളിങ്ങനത്തെ പെപ്സി കുപ്പികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഈ കുപ്പി ഇതിൽ വെച്ചാൽ മതി. നല്ല എളുപ്പ വഴിയാണ്. ഇങ്ങനത്തെ കുപ്പികൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് കുത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോന്തമേ കണ്ണുമേ കൊള്ളില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നല്ലൊരു ഐഡിയ ആണ്. ആരെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. 3-4 പേര് പറഞ്ഞു തന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കിടക്കില്ല. അല്ല ഈ കമ്പ് അത്ര വലിയ കുഴപ്പമില്ല. ഈ 3 പേരാണ് കുഴപ്പം. ഇതിലാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ പോവുകയെ. അപ്പോൾ ശരിക്കും നമ്മുടെ കുയി തുടങ്ങി ഇരിക്കട്ടെ. മീനുമേ ഇത്തിരീശ ഒലിവ് ഓയിൽ നമുക്ക് തേച്ച് കൊടുക്കാൻ വെറുതെ. ഇന്നേ ഈ ഗ്രില്ല് ചെയ്യാനുള്ള കരി വാങ്ങിക്കാനായിട്ട് ഞാൻ പോയിട്ടാ സാരംഗിയിൽ അവിടേക്ക് പോയി. സാരംഗി ഉള്ളവർക്ക് ആളുകൾക്ക് അറിയില്ല. തൃശ്ശൂർ സാരംഗി എന്ന് പറഞ്ഞൊരു സിനിമ തിയേറ്റർ ഉണ്ടായിരുന്നു. കുറുക്കഞ്ചേരി എലൈറ്റ് ആശുപത്രി എത്തുന്നതിന് മുമ്പ് നമ്മുടെ അവിടെ നിന്ന് പോകുമ്പോൾ ഉണ്ട് ഒരു ഫേമസ് സിനിമ തിയേറ്ററായിരുന്നു അത്. അതിൻ്റെ ഓപ്പോസിറ്റിൽ നിന്നാണ് കരി വാങ്ങിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ട്, അവിടെ നിന്നാണ് കരി വാങ്ങിക്കുക. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഒരു അമ്മാമേനെ പരിചയപ്പെട്ടു. അമ്മാമി എന്നല്ല, ഒരു അമ്മായി, മാലി ചേച്ചി എന്നാ അങ്ങനെ പേര്. അപ്പോൾ അവിടെ ഒരു അമ്മാമ്മയുണ്ട്. അമ്മാമെന്ന് പറയാൻ പറ്റില്ല കേട്ടാ, അമ്മായി എന്നാണ് പേര്. ഞാൻ മൈക്ക് എടുത്തിട്ടില്ല. ആള് ഭയങ്കര സാമർത്ഥ്യക്കാരിയാ. എന്താ വർത്താനം അറിയോ? നല്ല വർത്താനം പറയും. വർത്താനം മയാണ്. അപ്പൊ സരിതാര അച്ഛനെയൊക്കെ അറിയുമെന്ന് ചോദിച്ചു. പുള്ളിക്ക് എത്ര കേശവൻ അതൊക്കെ അറിയും. അപ്പൊ ഏകദേശം ആൾക്കൊരു രൂപമുണ്ട്. അപ്പൊ ആളുടെ ആംഗ്ലേരെ ചായകടിയാണ് ഇത്. ഇതിപ്പോ ആംഗ്ലേരെ ആരാ? നാത്തൂന? നിങ്ങൾ നാത്തൂമാരല്ലേ? ആ, നമ്മുടെ ഇത്ര തൊട്ടടുത്തായിട്ട് ഇവര് ഇതുവരെയായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടില്ലാന്ന്. അപ്പൊ ഞാൻ യൂട്യൂബ് ചാനല് നമ്മുടെ ഇന്ന് കാണിച്ചു കൊടുത്തു കണ്ടാ. അപ്പൊ ഒരു ഇരുന്ന് കാണാണ് കണ്ടാ. അപ്പൊ അവർക്ക് ഇവിടെ ഒരു ചെറിയൊരു ചായ കടി ഉണ്ട് കേട്ടാ. അവിടെ കുറെ സാധനങ്ങളുണ്ട്. ഇന്ന് കുടുംബശ്രീ ടീ സ്പോട്ട് എന്നാണ് ഇതിന്റെ പേര്. ചായയുണ്ട്, കാപ്പിയുണ്ട്, ഊണുണ്ട്, വൈകുന്നേരത്തെ ഭക്ഷണമുണ്ട്. പിള്ളേരുണ്ടോ? ഞങ്ങളുടെ ഐസിയ ഓപ്പോസിറ്റ് കോളേജാ. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നോക്കിയാ CA ക്ലാസ് ആക്കണത്. ഇവിടെയാണ് നമ്മുടെ അനിലേട്ടന്റെ മോള് CA പാസ്സായത് ഇവിടെ പഠിച്ചിട്ട്. അവര് കുട്ടി വന്നിട്ടുണ്ട്. അവിടെ കരി എടുത്തു തരാനായിട്ട് ആളുണ്ടായിരുന്നില്ല ആദ്യം. അപ്പൊ ഈ ഇന്ന പേര് മാലിനി ചേച്ചിയുടെ ആങ്ങളരെ സ്ഥലത്താണ് കരിയുള്ളത്. അപ്പൊ ആള് പറഞ്ഞു ഞാൻ എടുത്ത് തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു 2 പാട്ടയാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞപ്പോ ആള് പറഞ്ഞു 1 പാട്ടയാണെങ്കിൽ തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു 2 പ്രാവശ്യമായിട്ട് ഓരോ പാട്ട എടുത്തു തന്നാൽ മതി എന്ന് പറഞ്ഞു. അത് പറ്റില്ല, ആൾക്ക് വയ്യാന്ന്. അപ്പൊ അരപ്പാട്ട് എടുത്ത് തരാന്ന് പറഞ്ഞു. അരപ്പാട്ട് ഉണ്ടെങ്കിൽ അപ്പൊ 4 പാട്ട് എടുത്ത് അതിൽ ഇവിടെ ചാക്കിക്ക് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. ഇതാണ് എവിടെ ചായ കടക്കാരി. ആ അതെ ജ്യൂസ് എടുത്ത് കൊടുക്കാനായിട്ട് ഞാനേ മൈക്ക് എടുത്തില്ല. അതാണ് എനിക്ക് ശബ്ദമില്ല. മൈക്ക് ഉണ്ടെങ്കിൽ നല്ല ശബ്ദം ഉണ്ടാവും. നിങ്ങൾക്ക് മൈക്ക് വെച്ച് വരും. അപ്പൊ നിങ്ങൾ പറയുന്നതൊക്കെ കാര്യം. അടുത്താണ് മാലിനി ചേച്ചിയുടെ വർത്തമാനം. മാലിനി ചേച്ചി തകർപ്പൻ പോകാട്ടാ. അപ്പൊ ഇനി ഇങ്ങോട്ട് വരുമ്പോ സരിതേനെയും കൂട്ടി വരുമ്പോ ഇങ്ങോട്ട് കയറാട്ടാ. ഞങ്ങള് എപ്പോഴും ഇതിലാ പോണതാ. ശരി അപ്പൊ ശരി, ഞങ്ങൾ പോയിട്ട് ഗ്രില്ല് ചെയ്തിട്ടാ. അപ്പൊ ഇനി സരിതയും ഇവരായിട്ട് പോകുമ്പോ ജഗുവായിട്ട് പോകുമ്പോ അങ്ങോട്ട് കയറാന്ന് പറഞ്ഞു പോണത്. മൂടിക്കിട്ടെ. ഇന്നലെ നമുക്ക് നമ്മുടെ ഈ കരിമിക്ക നമുക്കൊരു
അല്ല ഈ പൊട്ടുവെള്ളരി എന്നല്ല, പൊട്ടുവെള്ളരി എല്ലാ സ്ഥലത്തുണ്ട് ഇപ്പോൾ. അതിൻ്റെ ജ്യൂസ് ഗംഭീര ടേസ്റ്റാണ്. കഴിഞ്ഞ കൊല്ലം നമ്മൾ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായി. നമ്മൾ കുരു അടക്കം കഴിഞ്ഞ കൊല്ലമല്ല, കഴിഞ്ഞതിന് മുന്നിത്തല്ലാന്നുണ്ട്, കുരു അടക്കം ഇട്ടിട്ട് ആക്കിയിട്ട് അത് കുരു എടുത്ത് തുപ്പി കളയാൻ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്തവണ നമ്മൾ വേറൊരു രീതിയിൽ ഉണ്ടാക്കുന്നത്, അന്ന് ഉണ്ടാക്കിയ പോലെയല്ല കേട്ടോ. അപ്പോൾ നമുക്ക് പൊട്ടുവെള്ളരി എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇന്നലെ തന്ന പൊട്ടുവെള്ളരി ശരിക്കും ഒരു വെള്ളരിക്കര പോലെ ഇരുന്നു. അത് തന്നെ ഇരുന്ന് പൊട്ടി കണ്ട, ഇങ്ങനെയായി കണ്ട, ഇങ്ങനെ ഒരു ഇതിൽ വെച്ചാരം ഭാഗ്യമായിട്ടാണ്. ഒരു മിനിറ്റ് ഇത് എടുത്തുകൊണ്ടേ മറിച്ചിടാൻ്റെ സരിതീയ കടയിലാ. അതിനിവിടെ ഒരാളെന്നെ കല്യാണത്തിൽ ഇത് കണ്ട, ഇതിലേ അന്ന് കുരു നമ്മൾ പെട്ടു. അപ്പോൾ കുരുവിന് നമുക്ക് ഇത്തവണ വേണ്ട. കുരുവിന് നമുക്ക് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. കുരുക്കളാണ് കുഴപ്പമുണ്ടായേ. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് നമ്മൾ ഉണ്ടാക്കാൻ പോണ്. ഇങ്ങനെ കുരുക്കളുണ്ടേ, അപ്പോൾ അത് കളഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ കാമ്പ് മാത്രം എടുക്കുക. ഇപ്പോൾ ആളുകൾ കണ്ടമാനം ഉപയോഗിക്കുന്നുണ്ട്. ബാക്കിയുള്ള ജില്ലക്കാർക്ക് കിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ സാധനം ആരോ പറഞ്ഞ് കോട്ടയത്ത് കിട്ടണില്ല, എന്തിട്ട് വഴിയെന്ന് ചോദിച്ചു. ഇത് കൂടുതൽ ഉണ്ടാവുന്നത് ഈ കൊടുങ്ങല്ലൂർ, മാള ആ ഏരിയയിലേക്ക്. അവിടുത്തെ മണൽ കലർന്നൊരു മണ്ണാണ്. അതിലിത് ഇഷ്ടം പോലെ ഉണ്ട്. കണ്ട, ഇത് വെറുതെ ഹിമാലയത്തിലത്തെ മഞ്ഞുകട്ട പോലെയാണ് ഈ സാധനം. കണ്ട, അത് വെറുതെ നിന്ന് കാണിക്കുമ്പോൾ വേണ്ട പൊടിഞ്ഞങ്ങോട്ട് ഇതിലേക്കണ്ട് വീഴുക. ഇതിപ്പോൾ എനിക്ക് ഒരു ഇത് തോന്നുന്നതേ, കരിമിക്ക കണ്ടമാനം ഈ പൊട്ടുവെള്ളരി ആ വണ്ടിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ചിലവായിരിക്കും. എന്തായിരിക്കും അവസ്ഥ നോക്കിയേ. അതൊക്കെ ചിലവായി. ഇപ്പോൾ ഇന്നത്തേക്ക് ആകുമ്പോഴേക്കും ഈ സാധനം തൊടുമ്പോഴേക്കും പൊളിഞ്ഞ് ഇതാവല്ലേ. ഒന്നും ചെയ്യാൻ പറ്റില്ല, കളയാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ജ്യൂസ് കടക്കാർക്ക് അത് നല്ല വില കുറവിൽ കൊടുക്കണം. അപ്പോൾ കൃഷിയുടെ നഷ്ടം നോക്കിയേ. അവർക്ക് അത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പോവാണ്ടിരുന്നാലത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണത്. കേട്ടോ, ഇപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാം നമുക്ക് എടുക്കാം. അതിലത്തെ ഇതിന് നമുക്കൊന്ന് മറച്ച് വയ്ക്കാം. മീനിന് നമുക്കൊന്ന് മറച്ച് വയ്ക്കാം. മീൻ ചിക്കൻ്റെ പോലെ അത്രയ്ക്കാണ്ട് ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. വിടുന്നില്ലല്ലോ. ഇത്തിരി ഒലിവ് ഓയിൽ തേച്ച് നോക്കട്ടെ അവന്. ഇപ്പോൾ തന്നെ ബെസ്റ്റ് മണം വന്നു തുടങ്ങി. കൂയിൽ നല്ല നിലവിളിയല്ല, നല്ല കൂവല. മീനിന് താത്തിയിടണം നമ്മൾ. തോല് ചെറുതായിട്ട് വിട്ട് പോലും തോന്നും. കുഴിയുള്ള ഭാഗം നമുക്ക് വേണ്ട. അത് ഇത്രയ്ക്ക് ഈ സാധനം നമുക്ക് വേറെ ആക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. ഇതേപോലെ ആക്കിയിട്ടേ അല്ല ഇത്ര എടുത്തിട്ടുണ്ട് നമ്മൾ. നമ്മുടെ മീൻ ആയിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാം. ഞാൻ ഈ മയണൈസൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. മയണൈസിന് പകരം വേറെ സാധനം ഉണ്ടാക്കാൻ വെച്ചു. വേറെ സാധനമൊന്നുമില്ല. ഒന്നുകൂടി മറച്ച് വയ്ക്കുക കേട്ടോ. ആയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടി ഇരുന്നോട്ടെ. എന്തായാലും അത് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ മീതി നമ്മുടെ ഈ സാധനമില്ലേ, സബോള വട്ടത്തിലരിഞ്ഞിട്ട് വയ്ക്കില്ലേ, അതിന് മുകളിൽ സബോളയും തക്കാളിയൊക്കെ നമ്മുടെ ആസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ടുള്ള ആളില്ലേ, ആൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. തക്കാളിയൊക്കെ ഇങ്ങനെ വട്ടത്തിലരിഞ്ഞിട്ട് വെറുതെ ഇരുന്നോട്ടെ. എന്തായാലും ചൂടുണ്ട്. അവരണ്ട് ഇരുന്നോട്ടെ. ഇന്നസെൻ്റ് പറയില്ലേ, അതവിടെ ഇരുന്നോട്ടെ. അതിന് കാശ് ചിലവൊന്നുമില്ലല്ലോ. മയണൈസിന് പകരം നമുക്ക് തിന്നാൻ, അതിൻ്റെ ഒപ്പം തിന്നാനായിട്ട് ഇത് മതി. അവരെ നമുക്ക് ഇതിലേക്കൊക്കെ വെക്കുകയാണേ. ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് ഉപ്പൊന്ന് വെതറി കൊടുക്കാം. ചെറുതായിട്ട് ഉപ്പ്, കുരുമുളക് പൊടി. 2 കൊല്ലം മുമ്പാണ് ഞാൻ ചെയ്തുകൊണ്ട്. കുരുമുളക് പൊടി വെതറി കൊടുക്കാം. മിനിമയാണല്ലോ ചേട്ടാ, കുരുമുളക് പൊടി തന്നെ അല്ലേ.
അപ്പം മീൻ അവിടെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ഈ പൊട്ട് വെള്ളരിയുടെ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ്. ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ കസ്കസ് എന്ന് പറഞ്ഞ ഇതില്ലേ അതൊരു ടീസ്പൂൺ എടുത്തിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് വെറുതെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉടയിട്ട് അങ്ങനെ കണ്ട ഒരു ബുദ്ധിമുട്ടില്ലാത്ത സാധനമാണ് കണ്ട അങ്ങനെ ഉടഞ്ഞുകൊണ്ടിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര പൊടി വേണമെങ്കിൽ ചേർക്കാം, പഞ്ചസാര ചേർക്കാം. ഞാൻ ഇങ്ങനത്തെ ജ്യൂസ് ഉണ്ടാക്കുന്നതിൻ്റെ കമൻറ്റുകൾ മുഴുവൻ വായിച്ചപ്പോൾ ആളുകൾ പറഞ്ഞത് ശർക്കര പൊടി വേണ്ട, പഞ്ചസാര ചേർത്താലാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതൊരു 3-4 ഗ്ലാസ്സിനുള്ളതുണ്ട്. അപ്പോൾ ഒരു വല്ലാണ്ട് അധികം പഞ്ചസാര ചേർക്കണില്ല, എന്നാലും മധുരം വേണമല്ലോ നമുക്ക്. ചെറിയ ടീസ്പൂണാണ്, അതുകൊണ്ട് ഒരു 5-6 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്കിനി മധുരം നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. വളരെ എളുപ്പത്തിലുള്ള ഇതാണ് ഇത്. 6 ഗ്ലാസ് ഈ തൈയില്ലേ വെറുതെ കഴിക്കുമ്പോൾ ഇത് വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെ ലയിച്ചു തുടങ്ങിയണ്ട നോക്കിയേ, കുഴഞ്ഞു തുടങ്ങിയാൽ പഞ്ചസാര അലിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ മധുരം നോക്കിയിട്ട് വെറുതെ തമാശയ്ക്ക് മധുരമായി വരണുള്ളൂ, അലിഞ്ഞിട്ടില്ല. ഒന്ന് അലിയിട്ടേട്ടാ, ഭയങ്കര രസമാണ്. അത് അലിയുമ്പോഴേക്കും നമുക്ക് ഇത് ഇറക്കിയൊക്കെ അങ്ങോട്ട് മറിച്ചും തേച്ചൊക്കെ ഇടാം. കൈ ഇന്ന് പൊള്ളിയല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട് ചില സാധനങ്ങൾ നമ്മൾ പുറത്ത് പോയി കഴിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് വീട്ടിലുണ്ടാക്കല്ലേ നല്ലത്. ഈ സാധനം നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പോൾ എന്തോരം കാശ് വേണ്ടി വരും. നമുക്ക് നമ്മുടെ വീട്ടിൽ വളരെ ഈസി ആയിട്ട്, കരിക്ക് വലിയ വിലയൊന്നുമില്ല. കരി 240 രൂപ വരെ, ഒരു പാട്ട കരിക്ക് 240 രൂപയാണ്. 240 രൂപ വരെ കരി വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 5-6 വട്ടത്തേക്ക് തയ്യും ഈ സാധനം ഇങ്ങനെ ഗ്രില്ല് ചെയ്യാനായിട്ട്. എന്തുട്ടായാലും ചിക്കനാ എന്തിട്ട് തയ്യാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് ഇഷ്ടം പോലെ തയ്യും. വെള്ളം പോലെ തുടങ്ങി കണ്ട, നല്ല കുരുക്കളൊന്നുമില്ല കണ്ട, ഒരൊറ്റ കുരുക്കളും ഇല്ല. നമ്മുടെ മീൻ അങ്ങോട്ട് എടുക്കാം, നമുക്ക് എടുത്ത് നമുക്ക് അരിക്കേണ്ട പ്ലേറ്റിലേക്കാണ്ട് വയ്ക്കാം. നമുക്ക് ഒരു മീൻ ആ സൈഡ് പിടിച്ചു, കുഴപ്പമില്ല. 2 ഇതിലേക്ക് പോട്ടെ. 3ാമത്തെ ആൾ കേട്ടോ. എനിക്ക് ഇവിടെ തക്കാളികളൊക്കെ ഇതിലേക്ക് വയ്ക്കാം. ഇഷ്ടംപോലെ സ്ഥലമായി. ഉരുളക്കിഴങ്ങൊക്കെ വയ്ക്കട്ടെ, അങ്ങനെ സ്ലൈസായിട്ട് ചെത്തിയിട്ട് ഉരുളക്കിഴങ്ങൊക്കെ അങ്ങനെ വയ്ക്കാം. പിന്നെ വഴുതനങ്ങിയില്ലേ, നമുക്ക് പറ്റിയ പച്ചക്കറികളൊക്കെ നമുക്ക് ചെയ്യാം. ഏറ്റവും ടേസ്റ്റുള്ള സാധനമാണ് ഇപ്പം പറ്റി പിടിച്ചിട്ടില്ലേ മീൻ മലത്തി. ഇത്തിരി നേരം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കട്ടെ, ബാക്കിയുള്ളത് അലിഞ്ഞിട്ടെ. അപ്പോൾ അവിടെ 3 മീൻ റെഡി ആയിരിക്കുന്നു. മറ്റേ സാധനങ്ങളൊക്കെ അവിടെ ശരിയായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ജ്യൂസിലേക്കാണ്ട് കിടക്കാട്ടോ. അപ്പോൾ നമ്മുടെ ഈ കസ്കസില്ലേ നോക്കിയാൽ ഇത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് വീർത്തു അപ്പടി അത് നടക്കണം. പിന്നെ ചേർക്കണത് ഇതുവരെ നമ്മൾ ചേർക്കാത്ത സാധനമാണ് നാളികേരം പാൽ. ഇത് ഒരു നാളികേരത്തിൻ്റെ നല്ല പോലെ 1 ഗ്ലാസ് വെള്ളത്തിൽ അടിച്ചിട്ടുള്ളതാണ്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കട്ടി പാലാണ് കേട്ടോ. അതൊഴിക്കണം. എന്നിട്ട് അതിൻ്റെ ഇളക്കിയിട്ട് നമുക്ക് മധുരം മെയിനായിട്ട് നോക്കണം കേട്ടോ. മധുരം പോരായാണ്. 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. 2-3 ടീസ്പൂൺ പഞ്ചസാര കൂടി നമ്മൾ ചേർക്കുന്നത് കേട്ടോ. ഇത്തിരി ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്താൽ മതി. നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് ഇതിൻ്റെ കളറ് അങ്ങനെ നിൽക്കും, അതുകൊണ്ട് കൂടിയിട്ടാണ് കേട്ടോ. ഇനി ഒന്ന് അലിഞ്ഞിട്ട് നമുക്ക് ഗ്ലാസ് ഇടിക്കാക്കാം. ഐസ് ഇടാൻ വേണമെങ്കിൽ ഐസിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടാം. അപ്പോൾ ഒരു പ്രത്യേക ഇത് കിട്ടും. ഏലക്കായ് പൊടി ചേർക്കണവരുണ്ട് ഇതിൽ. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ചേർക്കാം. നമുക്ക് നമ്മുടെ ഇതിന് വേണമെങ്കിൽ ചെറുതായിട്ട് ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ ആക്കാട്ടോ. ചെറുനാരങ്ങ നീര് വെറുതെ തമാശയ്ക്ക് ആക്കാം. ചെറുനാരങ്ങ നീര് നല്ലതാണല്ലോ. ഇനി നമുക്ക് ഇതിനെ അലങ്കരിക്കാം. വെറുതെ തമാശയ്ക്ക് അവിടേക്ക് എടുത്ത് വയ്ക്കുക. നമ്മുടെ ഈ സാധനങ്ങൾ നമുക്ക് എടുത്ത് വയ്ക്കാം. അതിന്മേ വെറുതെ ഒക്കെ വെറുതെ ഇങ്ങനെ വയ്ക്കട്ടെ. സരിതിയൊക്കെ വരുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയും എടുത്ത് വയ്ക്കാം കേട്ടോ.
വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ ചെയ്യാണ്. ഹായ്, നമ്മുടെ മീനുകൾ ശരിയായി. 4 പെണ്ണുങ്ങൾ പോരും കേട്ടോ അവിടുന്ന്. ടങ് ടങ് ടങ്. 3 പേരല്ലോ? ഇത് 3 പേരല്ലോ? ആ 3 പേരല്ലോ. അതെ, നീ വന്നോ? ഇങ്ങോട്ട് വാ. മോഡലല്ലേ ഞങ്ങളുടെ മോഡലാണ്. ഇങ്ങോട്ട് നടക്ക്. ഒന്നുമില്ല, ഞാൻ ഈ മറ്റേ പൊട്ടുവളരി ജ്യൂസ് പിന്നെ ശർക്കരപ്പൊടി അല്ലേ ഇട്ടത്? ശർക്കരപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അത് തന്നെയാണ് മോള് ഇട്ടാ, മൂത്തോള്. ഷോപ്പ് അടച്ചിട്ട് തരുന്ന വഴിയാണ്. അവളെ വിളിക്കുന്നത് ചേട്ടൻ കൊണ്ടുവരാൻ വരാത്ത കാരണം, നീക്ക് കാണില്ല. ചേട്ടൻ കൊണ്ടുവരാൻ വരാത്ത കാരണം ഇവരെന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി തന്നു. അപ്പൊ ആദ്യം കഴിക്കുന്നത് മീൻ കഴിക്കുക. ജഗു ആടാ, ജഗുവിനോട് ഞാൻ കുറേ വട്ടായി ഇങ്ങോട്ട് വന്ന് നിൽക്കറാന്ന് പറഞ്ഞിട്ട്, പക്ഷെ അവൻ വന്ന് നിന്നില്ല. എത്ര മനോഹരമായ ആചാരങ്ങൾ കഴിച്ചോക്കെ. ആചാരങ്ങൾ ഉണ്ടെങ്കിൽ എന്നും എന്നെ കൊണ്ടുവന്നാക്കി തരാം അല്ലേ? കഴിക്കരി, കഴിച്ചോക്ക്, കഴിക്ക്. ജഗു പ്രതികാര. എനിക്ക് വേണ്ട. എന്താ? എനിക്ക് മീൻ വേണ്ട, എനിക്ക് ജ്യൂസ് മതി. അത് കഴിക്കാം. അത് ആദ്യം ഇത് കഴിച്ചോക്ക്. കഴിക്ക്, നീ കഴിച്ചോക്ക്. നിങ്ങൾ കഴിക്ക്. എങ്ങനെയുണ്ടെന്ന് ഇപ്പൊ ഞാൻ തന്നെ കഴിച്ച് കാണിച്ചു തരേണ്ടി വരുന്നതുകൊണ്ട്. നിങ്ങൾ കഴിച്ചില്ലേ? ഇതിന് 3 ഉള്ളത് പൗടി. ആകെ 3 മീനുള്ളോ? ആ കഴിച്ചു, കുഴപ്പമില്ല. മീനോട് ചെറുനാരങ്ങ വേണമെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞോട്ടാ. അത് ഇപ്പൊ എടുത്തു വെച്ചുള്ളത്. ഗ്രില്ല് ചെയ്ത് തടി. ഏതാ ടേസ്റ്റ്? ഇന്നലെ വറുത്ത് കഴിക്കണ്ടായിരുന്നല്ലോ നിങ്ങൾ രണ്ടാളും. ഏതാ ടേസ്റ്റ് തോന്നണേ? സാധനമൊക്കെ ചേർത്ത് കഴിക്കും. എനിക്ക് വേണ്ടടി, എനിക്ക് മീൻ വലിയ താല്പര്യമില്ല. നല്ല രസം ഉണ്ടാവും. കഴിക്കാൻ തോന്നണല്ലേ? അതാ കൈ എഴുതട്ടാ. നമ്മുടെ ഈ തക്കാളി കൂട്ടി സബോളയും ഭയങ്കര രസമാണ്. കൊണ്ട് കഴിക്കാം. എനിക്ക് ഭയങ്കര വെള്ളം ദാഹം. എന്തിട്ടാന്ന്? അല്ല, ഭയങ്കര വെള്ളം ദാഹം. സോഡയാണോ അടിച്ചോണ്? നീ ആ ജ്യൂസ് അരിക്ക് ഒഴിച്ചിട്ട് ഒരു കയ്യിലെടുക്കുന്നുണ്ട്, അരിക്ക് ഒരു ഒഴിക്ക്. വെള്ളം കൂടി ഇട്ടെ. ഒരു സാധനം തിന്നിട്ട് പിന്നെ ഇരിക്കും പോട്ടെ, ഇവിടെ നിന്നിട്ട് തിന്നു. ജഗുവിന് ഇഷ്ടമായില്ലേ? മുള്ളുള്ള വശം എടുക്കണ്ട. ഇതേ പുറത്തുനിന്ന് തിന്നോ, പുറത്തു നിന്നോ. ചെറുനാരങ്ങ നീര് പിഴുകി ജ്യൂസാ. ആ ജ്യൂസ് ഒരു കയ്യിലെടുത്തിട്ട് അരിക്ക് ഒഴിച്ചു കൊടുത്തത്. മിക്സിയിലടിച്ചില്ലേ? മിക്സിയിലടിക്കില്ല ഇത്. ഈ മീനിനെ മുള്ളു കൂടുതലാ. ജ്യൂസ് ഇതിരിക്കുകയാണെങ്കിൽ ഐസ് വേണമെങ്കിൽ ഇടാട്ടാ. ഐസിന്റെ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇടാന്ന്. ചേട്ടൻ ഇതിന്റെ ഫ്ലഷ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നാ? ഇവിടെ ഇന്നിട്ട് തന്നെ ആക്കിയത്. അതെ. അയ്യോ, എന്ന് വെച്ചാൽ കുറച്ച് ഐസ് ഇടാം അല്ലേ? ഇത്തിരി തണുപ്പ് കിട്ടി കഴിഞ്ഞാ. എന്നിട്ടാണ് പരീക്ഷ കഴിഞ്ഞിട്ടെന്ന് ചോദിച്ചതാ. വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാണ്ട് അല്ലേ ജഗ്ഗു? വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാണ്ട് അല്ലേ? അയ്യോ, ഞാൻ ഐസ് ഇട്ടൂട്ടാ ഇതില്. മധുരണ്ടാ? ഇന്ന് ശർക്കര പൊടിയും ഏലക്കായ പൊടിയും ചേർക്കാഞ്ഞ ചേട്ടൻ? ആളുകൾ പറഞ്ഞു ഏലക്കായ പൊടി ചേർക്കരുത്, ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്ത് ചെയ്യാൻ പറഞ്ഞു. പഞ്ചസാര ചേർത്താലാണ് ഇതിൽ ശരിക്കുള്ളത് കിട്ടില്ല. ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ കളറും മാറും. മധുരം അധികം ഇല്ല, ഇത്ര മധുരം മതി അല്ലേ? ഒഴിച്ചു കൊടുക്ക്. മധുരം വേണം ഇനി. എന്നിട്ടത് കടിച്ചു പൊട്ടിക്കണ ഐസ്. അതെ, ഇതെനിക്ക് ഞാനായിട്ടൊരു ബന്ധമില്ലേട്ടതിന്. ഏതിന്? ഈ സാധനമായിട്ട് പൊട്ടുവളരി എമ്പടൊന്നുമല്ല. ഞാനൊരാൾ പറയുന്നത് അത് എനിക്ക് കുടിക്കെടുത്തതായിരുന്നു. വർത്താനത്തിന്റെ ഇടയിൽ അത് വാങ്ങിച്ചോണ്ടായി. രസമുണ്ടല്ലോ. ഇത് കുടിക്കട്ടെ ഞാൻ. ജൗത് കഴിച്ചോക്കിയാ. രസല്ലേ ജഗ്ഗുവാ? ഞാൻ കുടിക്കട്ടെ. ഐസ് അവസാനം പൊട്ടിച്ചാൽ മതി. നമ്മൾ KFC കൊക്കോള കിട്ടുമ്പോൾ അതിൽ കുറേ ഐസ് കഷ്ണം അവരിടില്ലേ? പക്ഷേ അതില് നിർമ്മല ആശം എന്തിട്ട് ചെയ്യാം? സ്ട്രോ വെച്ചിട്ട് നമ്മൾ കുടിക്കുക, അപ്പം ഐസ് കിട്ടില്ല. സ്ട്രോ വെച്ചിട്ട് ഞാൻ കുടിക്കില്ല. ഐസ് ഐസ് അതിൽ തന്നെ എടുക്കും. അതുപോലെ ചെയ്തോ. ഐസിന് മധുരം വരാൻ വേണമെങ്കിൽ നോക്കാം. ഇത് ഞാൻ ഇതിന്റെ വീഡിയോ കണ്ടിട്ടുള്ളത് ഇതിൽ നാളികേരപ്പാലും ശർക്കരപ്പൊടിയും ഏലക്കായ പൊടിയും കൂടി ചേർത്തിട്ട് കുഴപ്പമില്ല പറഞ്ഞ പോലെ ബലയാറി പായസം കുടിക്കണ പോലെയും. ഇവള് അങ്ങനെയാണ് ഉണ്ടാക്കാറ് അല്ലേ?
അങ്ങനെ പായസം ഉണ്ടാക്കിയ പോരാ. ഈ മീൻ ഒരു എണ്ണകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ചേർക്കാണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുള്ള സാധനമാണ് കേട്ടോ. ചേട്ടയിൽ മറ്റേ സാധനം ഇട്ടിട്ടുണ്ടാ? ഏത്? ആ, അത് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറേ ആളുകളുടെ പഠനം നടത്തിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ആളുകൾ പറഞ്ഞ ഏറ്റവും രസമായിട്ട് കഴിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള ആളുകളുടെ കമൻറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അല്ലാണ്ട് ആ ഉണ്ടാക്കിയ ആളോട് കുറേ കാര്യങ്ങൾ ആ ആളുകൾ ഉപദേശിക്കുന്നുണ്ട്, ഇന്ന മാതിരി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ ക്ഷീണിച്ചു. ഞാൻ അപ്പോൾ പൊട്ട് വെള്ളരി നിങ്ങൾ കെട്ടി കഴിഞ്ഞാൽ ചെയ്യാം. ഇവരിനി പോട്ടെ, അവർ കൊണ്ടുവന്നാക്കി. അല്ല, അവർ പോകണ്ട ഇനി, എൻ്റെ വീട്ടിൽ പോട്ടെ. ശരി, നാളെ കാണാം. ഷേക്കിൻ്റെ